ഹായ്, എല്ലാവർക്കും ദി സൈറ്റ് സൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഇന്നലത്തെ ഒരു വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത്. മൈക്രോ ബ്ലോഗിംഗ് സൈറ്റായിട്ടുള്ള ട്വിറ്റർ ഇന്നലെ ഹാക്ക് ആവുകയുണ്ടായി. അതിലൂടെ ഒരു സ്കാമാണ് നടത്തിയത്. ബിറ്റ് കോയിൻ സ്കാമാണ് ചെയ്തത് അവർ. അപ്പോൾ ഒരുപാട് വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ്, അപ്പോൾ അധിക വെബ്സൈറ്റുകളിലും കാണുന്ന ഒരു ബ്ലൂ ടിക്കുള്ള അക്കൗണ്ട്സിനെയാണ് നമ്മൾ വെരിഫൈഡ് സൈറ്റ് എന്ന് പറയുക. ഇപ്പം ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും ഒക്കെ നമുക്ക് കാണാം അങ്ങനത്തെ ഒരുപാട് അക്കൗണ്ട്സ്. അതായത് അധികവും പ്രശസ്തമായിട്ടുള്ള ആൾക്കാരായിരിക്കും, പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ ആക്ടേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, ബിസിനസ്മാൻ അങ്ങനെയുള്ളവരുടെയൊക്കെയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറേ ആൾക്കാരത്, അതായത് ആപ്പിള്, ബിൽ ഗേറ്റ്സ്, പിന്നെ ഇലോൺ മസ്ക്, കാനിയ വെസ്റ്റ്, അങ്ങനെ കുറേ ആൾക്കാർ, ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ, അങ്ങനെ എല്ലാ വലിയ നിലകളിൽ അറിയപ്പെടുന്ന ആൾക്കാരുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തു. എന്നിട്ട് ഹാക്ക് ചെയ്തിട്ട് അവരുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ നിന്ന് പോയ മെസ്സേജ് ഒരു സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് പോവുകയുണ്ടായത്. അതായത് കോവിഡ് കാലമാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഞാൻ നല്ലൊരു മൂഡിലാണ്, നിങ്ങൾക്കെല്ലാവർക്കും ഇരട്ടി തിരിച്ച് തരാനുള്ളൊരു ആഗ്രഹമുണ്ട്, അപ്പോൾ നിങ്ങൾ എനിക്ക് 1000 അയച്ചെന്നാൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് 2000 അയച്ചു തരും. ഡോളറാണ്, ഡോളറിൻ്റെ ഇതിലാണ് പറയുന്നത്. എന്നിട്ട് ഈ പൈസ അയക്കാൻ വേണ്ടിയിട്ടൊരു ബിറ്റ് കോയിൻ അഡ്രസ്സ് കൊടുത്തു. അതൊരു നീളത്തിലുള്ളൊരു നമ്പറും ലെറ്റേഴ്സൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു അഡ്രസ്സാണ്. അത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ എമൗണ്ട് അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഡബിളാക്കിയിട്ട് തിരിച്ച് തരും എന്നുള്ള ഒരു രീതിയിലാണ് മെസ്സേജസ് എല്ലാവരും ഇട്ടത്. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ഇങ്ങനെ 30 മിനിറ്റിനേ ഈ ഓഫറുള്ളൂ എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഈവൻ ബറാക്ക് ഒബാമയുടെ അക്കൗണ്ടിൽ നിന്ന് വരെ അങ്ങനെ ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. പിന്നെ ആമസോണിൻ്റെ ഒക്കെ ചീഫായിട്ടുള്ള ജെഫ് ബേസോസ്, മൂപ്പരുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ മെസ്സേജസ് പോയിട്ടുണ്ട്. അങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ ഒരു സിംഗിൾ ബിറ്റ് കോയിൻ അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ളത് ഓൾമോസ്റ്റ് 13 ബിറ്റ് കോയിൻസ് ആണ് പോയിട്ടുള്ളത്. ഇപ്പം ഇന്ത്യൻ കറൻസി നോക്കുകയാണെങ്കിൽ ഒരു ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് 6 ലക്ഷത്തി സംതിങ് വരും. അപ്പം 13 ബിറ്റ് കോയിൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 90 ലക്ഷത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അത് ഒരു അക്കൗണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു സ്കാം മറ്റ് ഹാക്കേഴ്സ് കണ്ടതോടുകൂടി അവരും സിമിലർ ആയിട്ടുള്ള പോസ്റ്റുകൾ ഇട്ട് തുടങ്ങി. അങ്ങനെ അവർക്കും ഒരുപാട് ക്യാഷ്, ഇത്ര ഇല്ലെങ്കിലും പല എമൗണ്ടായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കൂടി ഒരു 1.5 കോടിയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതും വളരെ ചെറിയ സമയം കൊണ്ടാണ്, ഏതാണ്ട് 1 മണിക്കൂർ, അരമണിക്കൂർ, ആ സമയം കൊണ്ടാണ് ഇത്രയും പൈസ അവർക്ക് ആൾക്കാരുടെ അടുത്ത് നിന്ന് തട്ടിപ്പ് നടത്തി നേടാൻ കഴിഞ്ഞത്. ട്വിറ്റർ ഇതിൻ്റെ മുന്നേ ഒരുപാട് ഹാക്കുകൾക്ക് കാരണമായിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അതായത് ട്വിറ്റർ ഇതിന് മുന്നേയും ഹാക്കേഴ്സാൽ അറ്റാക്ക് ചെയ്യപ്പെട്ടൊരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ്. ഇതിന് മുന്നേ കുറേ ആൾക്കാരുടെ അക്കൗണ്ട് ഹാക്കായി അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ്, ഫോട്ടോസൊക്കെ കംപ്ലീറ്റ് ഹാക്കേഴ്സ് എടുത്തിരുന്നു. അപ്പം സെക്യൂരിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖലയിൽ അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാത്തൊരു ടീമാണെന്ന് തോന്നുന്നുണ്ട് ട്വിറ്റർ. അങ്ങനെ ഒരു ആരോപണം അവർക്കെതിരെ വരുന്നുണ്ട് ഇപ്പം. കാരണം അവർ സെക്യൂരിറ്റി എത്ര ടൈറ്റാക്കി എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെയാണ് എപ്പോഴും ഹാക്ക് ആവുന്നത്. പിന്നെ ഇങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളെ മനുഷ്യൻ്റെ ഒരു സൈക്കോളജിക്കൽ ബിഹേവിയറും കൂടിയാണ്. അതായത് 1000 കിട്ടിയാൽ 2000 കിട്ടണം എന്നുള്ളൊരു അത്യാർത്തി അല്ലെങ്കിൽ അതിമോഹം കൊണ്ട് അവരെന്നെ പോയി ചാടുന്ന ഓരോ കുഴികളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മെസ്സേജസ് കണ്ടാൽ എപ്പോഴും ആദ്യം തന്നെ നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത് അത് കിട്ടുമോ ഇല്ല എന്നുള്ളതല്ല, അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്ത് അങ്ങനെ ഒരു പരിപാടിയും ഇല്ല 1 കൊടുത്താൽ 2 കിട്ടുന്നത്, പ്രത്യേകിച്ച് പൈസൻ്റെ കാര്യത്തിൽ. അടിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 1 കൊടുത്താൽ 2 കിട്ടുമോ, വേറെ കാര്യം. അപ്പോൾ എന്താണ് ഈ ബിറ്റ് കോയിൻ എന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ബിറ്റ് കോയിൻ പിന്നെ അതുപോലെ മറ്റ് പല കറൻസികളുണ്ട്. അതിനൊക്കെ ക്രിപ്റ്റോ കറൻസി എന്നാണ് പറയുക. അതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്നിട്ടുള്ളൊരു എന്താ പറയുക, വിർച്വൽ കറൻസി എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ അതിന് റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ വേൾഡ് വാല്യൂ കൂടി ഉണ്ട് ആ കറൻസിക്ക്. അതാണ് പ്രത്യേകത. ഇത് ഇറങ്ങിയ ടൈമിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു കറൻസിയാണ്. ബിറ്റ് കോയിനാണ് ആദ്യമായിട്ട് പ്രമുഖമായിട്ട് വരുന്നൊരു സംഗതി. അതിന് ശേഷം എതീറിയം, പിന്നെന്താണ് BTC, അങ്ങനെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാടുണ്ട് നമുക്ക് ഈ ബിറ്റ് കോയിൻ്റെ സൈറ്റുകൾ. അതായത് ബ്ലോക്ക് ചെയിനോ അല്ലെങ്കിൽ ഊനോ കോയിൻ അല്ലെങ്കിൽ കോയിൻ ബേസ് പോലുള്ള വെബ്സൈറ്റുകൾ എടുത്തു നോക്കിയാൽ ഇതുപോലത്തെ ക്രിപ്റ്റോ കറൻസികൾ ഒരുപാടുണ്ട്. നമ്മൾ ഈ ഡോളർ, ഇന്ത്യൻ റുപ്പി, പിന്നെ പൗണ്ട്സ്, യൂറോ എന്നൊക്കെ പറയുന്ന മാതിരത്തെ സംഗതികൾ തന്നെ ആയിട്ടാണ് ഇപ്പം അതും വരുന്നത്. പക്ഷേ അവരുടെ എക്സ്ചേഞ്ച് റേറ്റൊക്കെ വളരെ അധികമാണ്. പിന്നെ നല്ല ഫ്ലക്ച്വേഷനും വരും ഓരോ ദിവസം. ഒരു ദിവസം ഒരു ബിറ്റ് കോയിന് 10 ലക്ഷം ആണെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ അത് 5 ലക്ഷമായി കുറഞ്ഞെന്ന് വരും, ചിലപ്പോൾ അത് 20 ലക്ഷമായി എന്ന് വരും. നമ്മുടെ ഇന്ത്യയിൽ
ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കോടികൾ ഉണ്ടാക്കിയവരുണ്ട്. പക്ഷേ അതിന് ശേഷം സുപ്രീം കോടതി അല്ലെങ്കിൽ ഗവൺമെൻറ്റൊക്കെ കൂടി RBI എല്ലാവരും കൂടി ഇത് ബാൻ ചെയ്യുകയുണ്ടായി ബിറ്റ്കോയിന്. അങ്ങനെ ഇപ്പോൾ രണ്ടാമതിപ്പോൾ ലീഗലായിട്ടുണ്ട് ബിറ്റ്കോയിൻ. ഈ അടുത്ത് കഴിഞ്ഞ വർഷം ലീഗലാക്കി മാറ്റിയിട്ടുണ്ട് ബിറ്റ്കോയിന്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരുപാട് ക്രൈംസൊക്കെ ഇവിടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഈ ബിറ്റ്കോയിൻ്റെ പേരിൽ. കോടികൾ അക്കൗണ്ടിലുള്ളവരെ ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് കൊലപ്പെടുത്തുവരെ ചെയ്തിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. പിന്നെ ഈ ബിറ്റ്കോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ വാളറ്റ് നമ്പർ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക നമ്പർ ഉണ്ടാവും, സെക്യൂരിറ്റി കാര്യങ്ങൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും. അത് അറിയുന്നവർക്ക് മാത്രമേ അത് തുറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കൊലപാതകത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ നമ്പർ കിട്ടുകയും ചെയ്തില്ല. ആ കോടികളുടെ പൈസ അവിടെ ഇനി ആർക്കും കിട്ടാത്തൊരു കോലത്തിൽ അവിടെ ആയിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക വെച്ചാൽ ഇപ്പം നമ്മളൊരു $1 ഒരു പണ്ട് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ആ $1 മാറിയത് $50. അങ്ങനെയുള്ളവരെ എനിക്ക് നേരിട്ട് അറിയാം, അങ്ങനെ ആയിട്ടുള്ളവരുണ്ട്. അതായത് $1 വെറുതെ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയാണ് $1 വേർത്തായിട്ടുള്ള ബിറ്റ്കോയിൻ. അത് തുടക്കകാലമായിരുന്നു. അപ്പം പിന്നെ ബിറ്റ്കോയിൻ കുത്തനെ പൊന്തി ഒരു ഡിസംബറിൽ നോക്കുമ്പോൾ, ഒരു വർഷം കഴിഞ്ഞ് ഏകദേശം ഡിസംബർ ടൈമിൽ നോക്കുമ്പോൾ ആ ഒരു $1 50 മാറിയിട്ടുണ്ട്. പിന്നെ അവരതിൽ നിന്ന് 30 വിഡ്രോ ചെയ്ത് 20 അവിടെ ബാക്കി വെച്ചു. ഒരു 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് $40 ആയിട്ടുണ്ട്. ഇത് സ്കാമും കാര്യങ്ങളൊന്നുമല്ല. ഇത് ആക്ച്വലി നമ്മളെ ഡോളറിൻ്റെ ഒക്കെ വില നിലവാരം ഉണ്ടല്ലോ, ഈ എക്സ്ചേഞ്ച് റേറ്റ്, അതുപോലത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടായ സംഗതിയാണ്. അപ്പം ഇവിടെ ഇന്ത്യയിൽ അതിൻ്റെ റിയൽ ലൈഫ് യൂസേജ് വളരെ കുറവാണ്. പർച്ചേസിനും കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ പുറത്തൊക്കെ എല്ലാവരും വിപുലമായിട്ട് യൂസ് ചെയ്യുന്ന സംഗതികളാണ്. പക്ഷേ ഈ ബിറ്റ്കോയിൻ കൊണ്ട് ഒരുപാട് ഹാംഫുൾനെസ്സും ഉണ്ട്. ഇപ്പം ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ഒരുപാട് ഉപയോഗിക്കുക ബിറ്റ്കോയിനാണ്. കാരണം നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല ആരടുത്തേക്കാണ് ഈ പൈസ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ബിറ്റ്കോയിന് ഒരു അത്യാവശ്യം എന്താ പറയുക, ഒരു ഗ്രേ ഏരിയ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡുള്ളൊരു ബിസിനസ്സാണ് സംഗതി. കാരണം ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു സംഗതിയാണ് അവർക്കത്. അപ്പോൾ അങ്ങനെയൊരു വശം ഉണ്ട് അതിന്. പിന്നെ ഈ തട്ടിപ്പിൽ ആൾക്കാർ പെട്ടതിന് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അത്രയും വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്നാണല്ലോ ഈ മെസ്സേജുകളൊക്കെ പോയത്. അപ്പം നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം എന്തെങ്കിലും ഓഫറാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ടൊരു ചാരിറ്റി ഇവൻറ്റ് മാതിരി നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ആമസോണിൻ്റെ തലവൻ ജെഫ് ബേസോസ് ഉണ്ട്, പിന്നെ ബിൽ ഗേറ്റ്സ് ഉണ്ട്, ബറാക്ക് ഒബാമ ഉണ്ട്, പിന്നെ ഈലോൺ മസ്ക് ഉണ്ട്, പിന്നെ കാനിയ വെസ്റ്റ്, കിം കർദാഷ്യൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരത് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്കങ്ങനെ അറിയപ്പെടാത്ത പക്ഷേ ഈ അമേരിക്കൻ ഭാഗത്തൊക്കെ അറിയപ്പെടുന്ന മൈക്ക് ബ്ലൂംബർഗ്, പിന്നെ വിസ് ഖലീഫ, അങ്ങനത്തെ പോപ്പ് സ്റ്റാർസ്, പിന്നെ മറ്റ് ബിസിനസ്മെൻ ഒക്കെ എല്ലാവരുടെയും ആയിട്ടുണ്ട്. അതുകൂടാതെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട്, ഊബറിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട്, ഇവരൊക്കെ ഹാക്കായാണ്. ഈ ഹാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ അവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ ട്വിറ്ററിൻ്റെ എംപ്ലോയീസ്, അതായത് ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ സിസ്റ്റത്തിൽ ബാക്ക് എൻഡിലൂടെ ഇവരുടെ അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ആരോ ഹാക്ക് ചെയ്തതാണ്. അങ്ങനെ ഏതോ ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ്റെ ഒരു സിസ്റ്റം അവർ യൂസ് ചെയ്യണ ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് കയറിയിട്ട് ഇങ്ങനെ എല്ലാവരുടെ അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെ മെസ്സേജ് അയച്ചതാണ് എന്നാണ് പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. ഒരു ട്വിറ്ററിൻ്റെ ഒരു എംപ്ലോയിക്ക് വരെ നമ്മുടെ യൂസർ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുക്കാൻ കഴിയും. അപ്പോൾ അത്രയും എളുപ്പമാണ്. അപ്പോൾ അവർ ഹാക്ക് ആയാൽ നമ്മുടെ കംപ്ലീറ്റ് സെക്യൂരിറ്റിയും. അപ്പോൾ നമ്മളിപ്പം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ജസ്റ്റ് പ്രിക്കോഷൻ എന്നുള്ള നിലക്ക് നമ്മുടെ ട്വിറ്ററിൻ്റെ പാസ്വേഡ് ഒന്ന് മാറ്റുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ ട്വിറ്ററായിട്ട് നമ്മൾ ഏതെങ്കിലും ആപ്പ് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് തേർഡ് പാർട്ടി ആപ്സ്, അതായത് ഗെയിംസോ അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവുമല്ലോ, അത് ട്വിറ്റർ വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർവീസുകൾ അല്ലെങ്കിൽ ആ വെബ്സൈറ്റുകൾ, ആപ്പുകൾ, അതിനൊക്കെ എന്തെങ്കിലും ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റുന്നത് നല്ലതാണ്. പിന്നെ അതുമായിട്ടുള്ള ലിങ്ക് ഒന്ന് അൺലിങ്ക് ചെയ്തിടുക അറ്റ്ലീസ്റ്റ് ഒരു 2-3 ദിവസത്തിന്. കാരണം അവരുടെ ഒഫീഷ്യൽ ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്വിറ്ററിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്ന് അവരെല്ലാം ഓക്കെയാണ്, സെക്യൂരിറ്റിയൊക്കെ റിസ്റ്റോർ ചെയ്തതെന്ന് പറയുന്നത് വരെയെങ്കിലും നിങ്ങൾ അങ്ങനത്തെ ലിങ്കിങ്ങൊക്കെ ഒന്ന് അൺലിങ്ക് ചെയ്തിടുക. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കൊക്കെ വെച്ച് ലോഗിൻ ചെയ്യും ചില ആപ്പുകൾ, ചില വെബ്സൈറ്റുകൾ, ചില ഗെയിംസ്. അതുപോലെ തന്നെ ട്വിറ്ററിനും വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൈക്ക് പബ്ജിയിലൊക്കെ ട്വിറ്റർ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് വിട്ടു നിൽക്കുക തൽക്കാലം. പിന്നെ ട്വിറ്ററിൻ്റെ പാസ്വേഡ് മാറ്റുന്ന പോലെ തന്നെ നമ്മുടെ പ്രൈമറി ജിമെയിൽ അക്കൗണ്ട്, പിന്നെ അതുപോലെ ഫേസ്ബുക്ക്, അങ്ങനത്തെ ആപ്പുകൾ, അങ്ങനത്തെ വെബ്സൈറ്റിലെ വെബ് സർവീസുകളൊക്കെ വെച്ചിട്ട് ഒരുപാട് ആപ്പുകളിലേക്കൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവയും ഹാക്കിങ്ങിന് സാധ്യതയുള്ള വെബ്സൈറ്റുകളാണ്. ഒന്നും ഹാക്കേഴ്സിൽ നിന്നും സുരക്ഷിതമല്ല. അപ്പം
നിങ്ങൾ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ജിമെയിൽ ID, ഫേസ്ബുക്കിനൊക്കെ കൊടുക്കുന്ന പാസ്വേഡ് മറ്റൊരു ആപ്പിനും ഒരിക്കലും കൊടുക്കരുത്. കാരണം അവൾക്ക് വളരെ എളുപ്പമാണ് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാന്ന് പറയുന്നത്. ആ ഹാക്ക് ചെയ്ത അക്കൗണ്ട് വെച്ചിട്ട് അവർക്ക് ജസ്റ്റ് ഗസ് വർക്ക് നടത്താനേ ഉള്ളൂ. പിന്നെ ബാക്കി ആപ്പുകൾ ഹാക്ക് ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളെ ബാങ്കിങ് ആപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊക്കെ നടത്തുന്ന ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവയുടെയൊക്കെ പാസ്വേഡൊക്കെ കുറച്ചുകൂടി സെക്യൂർ ആക്കുക. സെയിം പാസ്വേഡ് കൊടുക്കാതെ വെക്കുക. ഇപ്പം ഗൂഗിളിലാണെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ക്രോമിലൊക്കെ നമ്മളെ ഇമെയിൽ ID ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഗൂഗിൾ തന്നെ നമ്മളോട് പറയും നിങ്ങൾ ഇത്ര വെബ്സൈറ്റിന് ഇതേ പാസ്വേഡാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതൊന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ഹെൽപ്പ് ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മെസ്സേജൊക്കെ വരുമ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. ഫുള്ള് വായിച്ച് നോക്കിയിട്ട് നെക്സ്റ്റെന്നോ ക്യാൻസലിനോ എന്താ വെച്ചാൽ അടിക്കുക. അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഒരു മെസ്സേജ് എന്നുള്ള നിലക്ക് അത് ശ്രദ്ധിക്കാതെ പോരുത്. ഇതും കൂടി പറയണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത് പറയാണ്. അപ്പോൾ ഏതായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. ചാനലിലേക്ക് പുതിയ ആൾക്കാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം.